ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ ആ മെഡിക്കൽ ബില്ല് എങ്ങനെയാണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇട്ടുവെച്ചിരിക്കുന്ന FD അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണോ, അതോ നിങ്ങൾ ഒരു ഡ്രീംസ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന തുക അത് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ, അതോ നിങ്ങളൊരു ബാങ്ക് ലോൺ എടുത്തിട്ടാണോ, ഇതുമല്ലെങ്കിൽ നിങ്ങളൊരു എന്താ ഒരു മിറാക്കിളിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണോ അതിനെ നേരിടാൻ പോകുന്നത്? അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനെ കോംപ്രമൈസ് ചെയ്യുകയാണോ? കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് മതി, അല്ലെങ്കിൽ ചെറിയൊരു അത്ര സൗകര്യമില്ലാത്ത ഹോസ്പിറ്റൽ മതി എന്നൊക്കെ അങ്ങോട്ട് തീരുമാനിച്ച് കളയുമോ? ബുദ്ധിയുള്ളവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വരെ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ അതിനെ ചെയ്യുക. കാരണം നാളെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് ലോൺ എടുക്കേണ്ടി വരും, പിന്നെ അതുമല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഈ ബില്ലൊന്ന് അടച്ചു തരണേ. അതുമല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുക. ഈ പറഞ്ഞ നിങ്ങളുടെ ഡ്രീംസിനെയും FDയെയും നിങ്ങളുടെ മറ്റ് അസറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ബില്ലിന് അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലിന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണ്ടി വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുവരെയും പ്രൊട്ടക്ഷൻ എടുത്തിട്ടില്ലാത്തവർ, കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിലും കൂടുതൽ അറിവും നേടാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ.